എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഒരു ലോട്ടറി ബിസിനസ്സിനോടൊപ്പം മറ്റൊരു കച്ചവടത്തെ കുറിച്ചാണ്. കാരണം ഒരാൾ പറയുകയാണ് അയാൾക്ക് ലോട്ടറി കച്ചവടം നടത്തി ഭയങ്കര നഷ്ടമായി എന്ന്. ഞാൻ പറയാം, ഏത് കച്ചവടത്തിനും ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും. നഷ്ടം മാത്രമാണെങ്കിൽ ഇത്രയും ആൾക്കാർ ഈ ഫീൽഡിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഏത് കച്ചവടം എടുത്താലും നഷ്ടങ്ങളുണ്ടാവാം. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ പ്രയത്നിക്കണം, മുന്നോട്ട് പോകണം. കാരണം ഒരു ബുക്ക് വിൽക്കണുള്ളൂ വെച്ചാൽ ആ ഒരു ബുക്ക് തന്നെ നമുക്ക് വിൽപ്പന നടത്താൻ പറ്റുള്ളൂ. അതിലിപ്പോൾ ഒരു ബുക്ക് വിൽക്കണടുത്ത് ഒരു 10 ബുക്ക് എടുത്ത് കയ്യിൽ വെച്ചാൽ 9 ബുക്കിന് നഷ്ടം തന്നെയല്ലേ. അപ്പോൾ ഏതൊരു കച്ചവടം ചെയ്യുമ്പോഴും അതെങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നഷ്ടമൊക്കെ പറ്റും. കുറേ ടിക്കറ്റ് എടുത്ത് വിൽപ്പന നടത്തിയില്ലെങ്കിൽ കയ്യിലിരുന്നത് നഷ്ടം തന്നെ. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. പക്ഷേ ലക്ഷങ്ങൾ കൊയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടേനു. അതാണ് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയുന്ന ലോട്ടറി ബിസിനസ് എന്ന് പറഞ്ഞ്. അതിനൊരു നല്ല വശം ഇഷ്ടംപോലെ ഉണ്ട്, ചീത്ത വശം ചിലർക്ക് ഉണ്ടാവും. അതില്ല എന്ന് പറയണില്ല. അതാ പറയണത്. എല്ലാതും ഇങ്ങനത്തെ ബിസിനസ്സുകളാവുമ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ എന്ത് കാര്യം ശ്രദ്ധയോടെ ചെയ്യണം. അവിടെ മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ. ഏത് ബിസിനസ് എടുത്താലും അതിൽ നഷ്ടം ഉണ്ടാവും, ലാഭം ഉണ്ടാവും. നഷ്ടങ്ങൾ മാത്രം ആയിട്ടൊരു കച്ചവടം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇഷ്ടം പോലെ ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിൽ നിന്ന് വിജയിച്ച് അവർ വീണ്ടും ഒരു കടകളോട് 2 കട ഇട്ട ആൾക്കാരുണ്ട്, 3 കട ഇട്ടവരുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ ഇതുമായിട്ട് ജീവിക്കാൻ ഇഷ്ടംപോലെ സാധാ ജനങ്ങളും ഉണ്ട്. അപ്പം അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അതിനനുബന്ധിച്ച് വേറൊരു വീഡിയോ ഇടുന്ന, ഇങ്ങനെ ചെറിയ ആൾക്കാർ അല്ലെങ്കിൽ ചെറുകിട ആൾക്കാർക്ക് പറ്റുന്ന അടിപൊളി 1-2 ബിസിനസ് ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ പറയാം. അതായത് നമ്മളൊരു പെട്ടിപ്പീടിക, അതായത് ഒരു നല്ലൊരു പുതിയ പെട്ടിപ്പീടികയ്ക്ക് ഇപ്പോൾ 50-60 ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഈ സെക്കൻഡ് ഹാൻഡ് കിട്ടാനുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പെട്ടിപ്പീടിക എടുത്തിട്ട് നമ്മൾ അതിൽ കച്ചവടം നടത്തുക. അപ്പോൾ അതിൽ ഒരു സൈഡിൽ നമ്മൾ ലോട്ടറി വിൽക്കുന്നു. അതിനോടൊപ്പം നമുക്ക് ഈ സാധാരണ അല്ലറ ചില്ലറ വീട്ടിലേക്ക് ആവശ്യമായ അങ്ങനെ സോപ്പും പൊടി, അതുപോലെ കുട്ടികൾക്ക് അച്ചാറുകൾ, നെല്ലിക്ക ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത്, കോഴിമുട്ട, പിന്നെ ഈ മിക്സർ, കൊക്കുവടൊക്കെ ചെറിയ പാക്കറ്റ് 10-20 ഉറുപ്പിയുടെ പാക്കറ്റുകളുണ്ട്. അങ്ങനത്തെ വിമ്മിൻ്റെ കട്ട, അങ്ങനെ ഈ കുട്ടികൾക്ക് ലൈസ്, അതിനൊരു വീട്ടിലേക്ക് അത്യാവശ്യം ഓടിച്ചെന്ന് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ, കുപ്പിവെള്ളം ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർ മേടിക്കും. അങ്ങനത്തെ ഇതൊക്കെ ഇതിൽ ഈ പെട്ടിക്കടയിൽ നമുക്ക് വിൽപ്പന നടത്താവുന്നതാണ്. കാരണം ഇതിപ്പോൾ ഞാൻ പറയണത്, ഇനിയിപ്പോൾ വേറെ അതിനൊരു ആൾക്കാർ കമൻ്റായി വരേണ്ടത്. ഇപ്പോൾ പറയണത് എന്താ വെച്ചാൽ, അങ്ങനെ നടത്തുന്നുണ്ട് ആൾക്കാർ, അങ്ങനെ നടത്തിയിട്ട് വിജയിക്കുന്നുണ്ട്. അവിടെ 1-2 ബുക്ക് അവർ വിൽക്കണുള്ളൂ. അതിനോടൊപ്പം ഈ കച്ചവടം കൂടി നടത്തുമ്പോൾ അവർക്ക് ഒരു തരക്കേടില്ലാണ്ട് അവർക്ക് കച്ചവടം കിട്ടണമുണ്ട്. ഇതിൽ നിന്ന് ലാഭം അതിലത്തെ ലാഭം കൂടിയാകുമ്പോൾ ഒരുവിധം തരക്കേടില്ലാണ്ട് അവർ പോകുന്നുണ്ട്. അപ്പോൾ ഈ നഷ്ടം പറ്റണമെന്ന് പറയുന്നവരോട് ഞാൻ പറയണതാണ്, അത് ഒരെണ്ണം മാത്രം ആശ്രയിക്കുമ്പോൾ ഇതിനോടൊപ്പം ഇത് സൈഡായി കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള ലാഭം, അത് ഇതിൽ നിന്ന് ചെറിയ 2-4 ടിക്കറ്റ് പോകണില്ലെങ്കിൽ അത് മറ്റേതിൽ കവർ ചെയ്യാൻ പറ്റുന്ന സൈസ് കച്ചവടം. അത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ അതെടുത്ത് ചെയ്യാൻ അവർ സമ്മതിക്കുകയാണെങ്കിൽ ഞാനത് ഇട്ടിട്ട് കാണിച്ച് തരണ്ട്. കാരണം അത് അവർ വിജയിച്ചിട്ട് കച്ചവടം നടത്തുന്നത്. നല്ല അത്യാവശ്യം തരക്കേടില്ലാണ്ട് അവർ കച്ചവടം ചെയ്തിട്ട് പോകുന്നുണ്ട്. അതായത് ഈ ലോട്ടറി ഉണ്ട്, അതിനോടൊപ്പം ഈ വക സാധനങ്ങൾ ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് ആ പെട്ടിക്കടയിൽ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ കിട്ടുന്നത്. അതുപോലെ ചന്ദനത്തിരി, തീപ്പെട്ടി, ബീഡിയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ, ചില്ലറ സാധനങ്ങൾ, മിഠായികൾ ഒക്കെ വെച്ചിട്ടുള്ളൊരു കട. അപ്പോൾ ഈ പെട്ടിക്കടയ്ക്ക് അധികം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ സെക്കൻഡ് ഹാൻഡ് സാധനമാകുമ്പോൾ നമുക്ക് കുറച്ച് വില കുറവിൽ കിട്ടുമ്പോൾ ഈ അതിൽക്കൊരു 10,000 ഉറുപ്പിയുടെ സാധനം അതിൻ്റെ ഉള്ളിൽ വെച്ചാണെങ്കിൽ ഇഷ്ടം പോലെ സാധനങ്ങളായി. അപ്പോൾ ആ സാധനങ്ങൾ നമ്മൾ ഇറക്കി 10,000 ഇല്ലെങ്കിൽ പെട്ടിക്കടയിലേക്കൊക്കെ ഒരു 5,000-7,000 ഉറുപ്പിയുടെ സാധനങ്ങളുണ്ടെങ്കിൽ, ഈ വക ചില്ലറ സാധനങ്ങളുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ട് വെക്കുമ്പോൾ നമുക്ക് അതിന് അത്യാവശ്യം ലാഭം കിട്ടും. അങ്ങനെ ഈ ലോട്ടറി കൂടിയിട്ടിടുകയാണെങ്കിൽ നല്ലൊരു ബിസിനസ് തന്നെയാണ്.
അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ചെയ്യണവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെയ്യണവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റണ ഓരോ മേഖലകളിൽ നമ്മൾ ചെന്ന് പെടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വരുമാനം കിട്ടും. അതല്ലാതെ നമ്മളൊരു ചെറിയൊരു ആൾക്കാർ ഒരു 3 2 ബുക്ക് എടുത്തു, അത് അതിൽ കുറച്ച് വിൽപ്പന നടന്നില്ല, അപ്പോൾ അതിന് നഷ്ടം പറ്റി. അപ്പോൾ എല്ലാവരും ആവശ്യം എനിക്ക് നഷ്ടം പറ്റി. അത് നഷ്ടം പറ്റും. നമ്മളിത് എന്ത് കാര്യമാണെങ്കിലും നമ്മളത് നല്ല നിലയിൽ കൊണ്ട് നടക്കണം. അല്ലെങ്കിൽ അത് നഷ്ടം വന്നു വെച്ചാൽ പിറ്റത്തെ അത് അത്ര എടുക്കാതിരിക്കുക. പിന്നെ അത് വിൽപ്പന നടക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ മാത്രം കൂടുതൽ ടിക്കറ്റ് എടുക്കുക. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ പെട്ടിപ്പീടിയ എന്ന് പറഞ്ഞാൽ ഈ പെട്ടിപ്പീടിയയിൽ കച്ചവടം നടത്തുക എന്ന് പറഞ്ഞാൽ ഈ രണ്ടും കൂടി പോകുന്ന ഞാൻ ചോദിച്ചു അവരോട്. അപ്പോൾ പറഞ്ഞു, ചേച്ചി പെട്ടിപ്പീടി ലോട്ടറി മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് പൈസ കൊണ്ട് എത്തില്ല, മുട്ടെത്തില്ല വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ ഞങ്ങൾക്ക് തരക്കേടില്ലാണ്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ 2 ബുക്ക് ഇടണുള്ളൂ. 2 ബുക്കിൽ നിന്ന് വിറ്റാലും ഇപ്പോൾ അവർ ടി സിക്കാണ് ബുക്ക് എടുക്കുന്നത്. അപ്പോൾ ടി സിക്ക് ബുക്ക് എടുക്കുമ്പോൾ നമുക്ക് 850 രൂപയ്ക്കല്ല കിട്ടുക. അപ്പോൾ 150 റുപ്യാണ് ഒരു ബുക്കിൻ്റെ മുകളിൽ ലാഭം കിട്ടുക. അപ്പോൾ 300 റുപ്യാണ് അതിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ആ 300 റുപ്യാണ് ഫുള്ളും വിറ്റാൽ കിട്ടുക. പിന്നെ ലോട്ടറി അടിച്ചാൽ മാത്രമല്ല അതിൻ്റെ കമ്മീഷൻ കിട്ടുള്ളൂ. ലോട്ടറി അടിച്ചില്ലെങ്കിൽ നമുക്ക് അതിന് കമ്മീഷൻ കിട്ടില്ല. അപ്പോൾ ഈ 300 റുപ്യാണ് ഉറപ്പിക്കാൻ പറ്റിയത് 300 റുപ്യാണ്. അപ്പോൾ ആ 300 റുപ്യ കിട്ടും. പിന്നെ ഇപ്പോൾ ലോട്ടറി അടിക്കുമ്പോൾ കിട്ടുന്ന 5000 കിട്ടിയ 600 റുപ്യ അല്ല 600 രൂപ. അതൊരാൾ ചോദിക്കണ്ടായി, കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുക, 5000-ന് എത്രയാണ് കമ്മീഷൻ? 540 അല്ല, ഇപ്പോൾ ഇതുവരെ 600 റുപ്യാണ് കമ്മീഷൻ. നിങ്ങൾക്ക് എന്താണ് ഇത്ര കുറവ് കിട്ടണമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ പഠിത്ത് വെച്ചിട്ട് ഇത് കുറച്ചൊന്നും അറിയില്ല, കമ്മീഷൻ കുറച്ചൊന്നും അറിയില്ല. ഇപ്പം എൻ്റെ അറിവിൽ 600 റുപ്യ തന്നെയാണ് കമ്മീഷൻ. 5000-ന് 600 റുപ്യാണ്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം കൂടി ഇതിൽ ഞാൻ പറയുന്നുണ്ട്. ഇത് കാണുകയാണെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു ഇതേപോലെ തന്നെ ഈ പെട്ടിപ്പീടികയിൽ ഈ ഇങ്ങനത്തെ സാധനങ്ങൾ വിൽക്കണേനോ അതുപോലെ തന്നെ മറ്റ് ഈ ലോട്ടറിയുടെ ചെയ്യണേനൊപ്പം ഏതായാലും ലോട്ടറിക്ക് ചെറിയൊരു കട ഇട്ടിരിക്കുമ്പോൾ അതിനോട് അനുബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന 1 2 ബിസിനസ്സുകൾ ആൾക്കാർ ചെയ്ത് കണ്ട കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഇടുക. 1 2 വീഡിയോ അങ്ങനത്തെ ഉണ്ട് കണ്ടമാനം ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോട്ടറിക്ക് വേണ്ടി മാത്രം ഇരിക്കുന്നത് വലിയ ലോട്ടറി ബിസിനസ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടമാനം ടി സിക്ക് വിൽപ്പന നടത്തുന്നവരാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെറുതായിട്ട് 1 2 3 ബുക്ക് വിൽക്കണവർ അതിനോടനുബന്ധിച്ച് മറ്റ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് പല ആൾക്കാരും പോയി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത്, ചേച്ചി ലോട്ടറി ഇങ്ങനെ വിൽപ്പന ഇത് മാത്രമായിട്ട് നടക്കുമ്പോൾ നമുക്ക് പോവില്ല, കാരണം വാടകയ്ക്ക് ഇരിക്കണവരാകുമ്പോൾ വാടകയും കൊടുക്കണമല്ലോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇങ്ങനെ ചില്ലറ വേറെ കാര്യങ്ങളും കൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും നമുക്ക് കയ്യിൽ കിട്ടാൻ പറ്റുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞാൽ വലിയ ടി സിക്കൊക്കെ കൊടുക്കണവർ അത് മാത്രമായിട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ലോട്ടറികൾ എടുത്തിട്ട് ടി സിക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് അവർക്ക് ഇഷ്ടം പോലെ ലാഭം കിട്ടുന്നുണ്ട്. ഇപ്പം ഈ ഒരാൾ പറഞ്ഞ പോലത്തെ ഒന്നല്ല കാര്യങ്ങൾ. കണ്ടമാനം ഈ ഓരോ ലോട്ടറി ഹൗസിലേക്ക് ചെല്ലുമ്പോൾ കാണാം ഓരോ ആൾക്കാർ 2 ലക്ഷത്തിൻ്റെ 3 ലക്ഷത്തിൻ്റെ ഒക്കെ ടിക്കറ്റുകൾ എടുക്കുന്നത് വാങ്ങിട്ട് പോണത്. അപ്പോൾ അവർക്ക് ഈ ഇത്രയും ലക്ഷക്കണക്കിന് ഉറുപ്പിക ടിക്കറ്റ് എടുത്ത് വിൽപ്പന നടത്തുന്നവർക്ക് ഒരു ലാഭവും ഇല്ലാണ്ട് അവർ പിന്നെ ഇതിന് നിൽക്കില്ലല്ലോ. അവർക്ക് ഇങ്ങനെ ലക്ഷക്കണക്കിന് ഒരു ദിവസം നഷ്ടം വരികയാണെങ്കിൽ അവർ പിന്നെ ഇത് നിർത്തില്ലേ. ആ ഒരു കട ഇട്ടവർ പിന്നെ കാണാൻ 2 കട ഇട്ട് 3 കട, പിന്നെ ഒരു ജില്ലയിലിട്ട് അടുത്ത ജില്ലയിലേക്ക് പോകണം. ഇതൊക്കെ ലാഭം ഉണ്ടായിട്ട് തന്നെയല്ലേ അവർ പോകുമ്പോൾ. ചിരിക്കാൻ മാത്രം ഇതിലെന്താ ഉള്ളത്? ഒരു കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടായ കാരണം തന്നെ ഒരു തൃശ്ശൂർ ജില്ലയിൽ ലോട്ടറി ഇട്ട ആൾ പിന്നെ കാണാൻ മലപ്പുറത്തിട്ടുണ്ടാവും. തൃശ്ശൂർ ജില്ലയിൽ തന്നെ 2 3 4 സ്ഥലത്തിട്ടുണ്ടാവും. പിന്നെ മലപ്പുറത്ത് ജില്ലയിൽ പോയിട്ട് അവിടെ ഇട്ടുണ്ടാവും, പാലക്കാട് ഇട്ടുണ്ടാവും, വയനാട്, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, ഇങ്ങനെയൊക്കെ പല ജില്ലകളിലും ഇവരുടെ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലാഭം ഉണ്ടെന്ന് പറഞ്ഞാൽ ലാഭമുള്ള കാരണം തന്നെയാണ്. അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ച് അതിനനുസരിച്ച് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അവർക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഈ ചെറിയ ആൾക്കാർക്ക് ഒരു 5000 ഉറുപ്പിക്കോ 3000 ഉറുപ്പിക്കോ ടിക്കറ്റ് എടുത്ത് അതിൽ കുറേ വിൽപ്പന നടത്താതെ കയ്യിൽ വെച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം.
പിന്നെ നമുക്ക് പിന്നീട് എടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ നമുക്ക് പൈസ ഉണ്ടാവില്ല. അപ്പം നമ്മൾ വല്ലവരിൽ നിന്നും കടം മേടിക്കും. അപ്പോഴും നമുക്ക് കടം വരും. അപ്പോൾ അതും വിറ്റില്ലെങ്കിൽ അതും ആ ആളെ നിന്ന് മേടിച്ചതും കടം വരും. അപ്പോൾ അങ്ങനെ കടത്തിൻ്റെ മുകളിൽ കടമൊക്കെ വരുന്നുണ്ടാവും. പക്ഷെ അത് സാധാരണ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു പൈസ നമ്മുടെ പിന്നിലില്ലായിക, അതൊക്കെ ഒരു കാരണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചു വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ സംഭവിച്ചു എന്ന് വയ്ക്കരുത്. പിന്നെ ഇതേപോലെ നമുക്ക് പറ്റില്ല വെച്ചാൽ നിങ്ങളിങ്ങനെ ഓരോ സൈഡായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം വിജയിക്കാൻ പറ്റും. അപ്പോൾ എന്തിനും നമുക്ക് കുറച്ച് പൈസ വേണം. പിന്നെ ഒരു പെട്ടിപ്പീടിക ഇടുകയാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ഹാൻഡ് മേടിക്കുകയാണെങ്കിൽ 10-25 വരും. അതിലേക്ക് സാധനങ്ങളും കൂടി 10-30 വേണം. പിന്നെ ലോട്ടറി ഒരു 10-50,000 ഉറുപ്പികയും നമുക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് പറയല്ല, നിങ്ങൾക്ക് നഷ്ടം പറ്റിയിട്ടില്ല എന്ന് പറയല്ല, പറ്റിയിട്ടുണ്ടാവാം. അതിങ്ങനെയാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഈ വീഡിയോ കാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ ചെറിയ ചെറിയ വക ഉള്ളവർ ചെയ്യണവർ അതിനോടൊപ്പം ഇതേപോലെ എന്തെങ്കിലും ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതിനെ അനുബന്ധിച്ച് വേറൊരു കച്ചവടത്തിൻ്റെ കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.